മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി വഴക്ക് പറയണ്. അമ്മനെ വഴക്ക് കേൾക്കാൻ വേണ്ടി വന്നതാണോ ഞാൻ എന്നല്ലേ നമ്മുടെ ജയന്തി ചോദിക്കണ്. എടി, ഈ കരിന്തിരിന്ന് നീ കത്തിക്കൊണ്ടിരിക്കുന്നത്, അത് നീ എടുത്ത് കളയണം, അല്ലെങ്കിൽ നിന്റെ ജീവിതം കരിഞ്ഞു പോകും എന്ന് പറയും. അതെ, ഞാൻ പോകണ്, യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. യാത്ര പറയാൻ വന്ന എന്നെ വേണം പറയാനൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേൽക്കും. എന്നിട്ട് പിന്നെ ഒന്ന് പോകല്ലേ എന്ന് ചോദിച്ചിട്ട് പറയും, ഞാൻ ഇടയ്ക്ക് വരാം, ഞാനല്ലേ നോക്കാനുള്ളൂ എന്ന് പറഞ്ഞ് പോകണം. ഇനിയെങ്കിലും നന്നായി അവൾ ജയിച്ചാൽ മതി ഈശ്വരാ എന്നും പറഞ്ഞ് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ഈ ബാലചന്ദ്രൻ വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. ഇരിക്കിന് അച്ഛൻ എന്തായാലും ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കും. ആ, ചെറുതായിട്ടുണ്ടെന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. ഒന്നുമില്ല, കുറേ നേരമായില്ലേ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നത്, ഇവിടെ ഒന്ന് നിർത്തിയത് ഒന്ന് തണ്ടലും ഒക്കെ നിർത്താം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ ഇറങ്ങണം. പിന്നാലെ അലീനയും. അച്ഛൻ എന്ത് പറ്റി? അച്ഛന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഉണ്ട് എന്ന് പറയും. എന്നിട്ട് ആ പുഴയോരത്ത് ഇങ്ങനെ നിർത്തണ്. എന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പറയണ് ഒരു കാര്യം. നിനക്കൊരു സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞതായിട്ട് മോൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെ ഒരു പേര് ഓർക്കുന്നില്ലല്ലോ എന്ന് പറയും. ആ, അങ്ങനെ ഒരാളുണ്ട്, നമ്മുടെ ഗംഗേട്ടൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ലെഫ്റ്റനൻറ്റ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് ചെറുതായിട്ടൊന്ന് മിന്നും. പണ്ട് ഗംഗേട്ടൻ്റെ ഭാര്യ മാലതിയടത്തിൻ്റെ രണ്ടാമത്തെ പ്രസവം നോക്കാൻ വേണ്ടി വൈജയന്തി ആഗ്രയിൽ പോയി നിന്നൊരു കഥ നിനക്കറിയോ എന്ന് ചോദിക്കും. അലീനയ്ക്ക് അറിയായിരുന്നു, പക്ഷെ അലീന ഒന്നും മിണ്ടില്ല. പറയും, ആ, അന്നത്തെ കാലത്ത് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അങ്ങനെ വൈജയന്തി നമ്മുടെ ഗംഗേട്ടനും ഡൽഹിയിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ മാലതിയേട്ടത്തിയും മക്കളും കൂടെ പോയി. ഇത് മുൻകൂട്ടി കണ്ട സ്റ്റാൻലി ജോസഫ് തൻ്റെ എല്ലാ പിടിപാടും ഉപയോഗിച്ച് ആഗ്രയിലെ ഒരു സ്കൂളിൽ വൈജയന്തിക്ക് സ്കൂൾ ടീച്ചറായി ജോലി വാങ്ങിക്കൊടുത്തു. അദ്ദേഹം അത്രയ്ക്കും പിടിപാടുള്ള ആളായിരുന്നു അച്ഛാന്ന് ചോദിക്കും. ആയിരിക്കാം, ലെഫ്റ്റനൻറ്റ് കേണലല്ലേ എന്നും പറയും. അങ്ങനെ ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള വൈജയുടെ വാശി അങ്ങനെ സാധിക്കുന്നു. എവിടെയെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിർത്താലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഏൽപ്പിച്ച് അവർ പോകും. പക്ഷേ അവിടെ ഒരു വാടക വീടെടുത്ത് സ്റ്റാൻലി ജോസഫും വൈജയന്തിയും കൂടെ ഒന്നിച്ചൊരു താമസം തുടങ്ങി. ലിവിങ് ടുഗദർ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പുച്ഛത്തോടൊരു ചിരിച്ചിരിക്കും. അലീനയ്ക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലായി. ആകെ ഷോക്കായിട്ട് നിൽക്കണ്. അച്ഛനതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. ഇതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയും. സ്റ്റാൻലി ജോസഫ് പറഞ്ഞു. അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കണ്ടോ എന്ന് ചോദിക്കും. കണ്ടു, തേടി പിടിച്ചു എന്ന് പറയും. എന്തിനെന്ന് ചോദിക്കും. അതുകൊണ്ട് പറയാമെന്ന് പറയും. എന്നിട്ട് ചോദിക്കും, എന്നിട്ട് എന്ത്? അയാളുടെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അയാൾ നാട്ടിലേക്ക് ഒന്ന് പോയതക്കം നോക്കി കൊല്ലപ്പള്ളിയിലെ വൈജയുടെ സഹോദരന്മാർ വൈജയന്തിയെ പിടിച്ച് വലിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടു തടങ്കിലാക്കി. ഹൗസ് അറസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പിന്നത്തെ കഥകളൊന്നും പറയണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റാൻലി ജോസഫ് എന്തുകൊണ്ട് അന്വേഷിച്ച് വന്നില്ല അച്ഛാ കൊല്ലപ്പള്ളിയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ അന്വേഷിച്ച് വന്നിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ വൈജയന്തിയെ കാണാൻ പറ്റിയില്ല, തടവിലല്ലേ എന്ന് പറയും. അതാ ചോദിച്ചത് അച്ഛനതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലി ജോസഫിനെ ഞാൻ കണ്ടുപിടിച്ചു, തേടി പിടിച്ചു, നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയിട്ടോ? എന്തിനച്ചാന്ന് ചോദിക്കും. ഈ വീട്ടിൽ നിന്ന് നിനക്ക് പോകണമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നീ നിൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ നിന്നെ അനാഥയാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. നീ ഇപ്പോൾ പോണ ആ പ്ലാന്റർ എന്ന് പറഞ്ഞില്ലേ, വലിയ തോട്ടം മുതലാളി, അത് നിൻ്റെ സ്വന്തം അച്ഛനാണ്. അവിടേക്കാണ് ഞാൻ നിന്നെ കൊണ്ടാക്കാൻ പോണ്. ഞാൻ അയാളെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു. 2-3 ദിവസം പിടിച്ചു അയാൾ ഉത്തരം പറയാൻ. വേണമെന്ന് പറഞ്ഞു. നിന്നെ അയാളെ അടുത്ത് കൊണ്ടായി കൊടുക്കണ്. വേറെ കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചില്ല. അച്ഛൻ അയാളോട് ദേഷ്യമാണ്, അദ്ദേഹത്തോട് ദേഷ്യമാണെന്ന് ചോദിക്കും. എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമില്ല, ഇഷ്ടമില്ല എന്ന് പറയും. എൻ്റെ കടമ കഴിഞ്ഞു എന്നും പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ വെച്ച് വേണമെങ്കിൽ സത്യം പറയാം. പക്ഷെ അതിന് മുന്നേ നിൻ്റെ മനസ്സ് നീ പാകപ്പെടുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നിന്നെ ഞാൻ സത്യങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ പറയണേന്ന് പറയും. അപ്പോൾ അലീന ആകെ കരയിന്. അതിനുശേഷം രണ്ടുപേരും കൂടെ ബാലചന്ദ്രൻ അലീനയുടെ കൈ പിടിച്ച് കാറിൽ കൊണ്ടിരുത്തു. എന്നിട്ട് അലീന ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലീനയ്ക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അലീന പറയുന്നത്, അച്ഛാ അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാവില്ലേ, അദ്ദേഹത്തിന് മക്കളുണ്ടാവില്ലേ, അവരുടെ കുടുംബജീവിതം തകർക്കില്ലേ,
ഒരു കുടുംബജീവിതം തകർന്ന് തരിപ്പണായത് കണ്ടിട്ടല്ലേ ഞാനീ വരുന്നത്. ഇനി അതും കൂടെ ഞാൻ കാണേണ്ടി വരില്ലേ? എന്തെല്ലാം ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും? അദ്ദേഹത്തിന് എന്നെ സ്വീകരിക്കാൻ കഴിയുമോ? ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് അദ്ദേഹം വിശ്വസിക്കുമോ? അദ്ദേഹം എന്നെ സ്നേഹിക്കുമോ? അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്നെ അംഗീകരിക്കുമോ? ഇനി ഞാൻ എന്തൊക്കെ തരണം ചെയ്യണച്ചാ? ഒന്നും വേണ്ടായിരുന്നു. ഞാനൊരു ജോലിക്ക് പോയിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനില്ലായിരുന്നു. ആ വീട്ടുടമസ്ഥൻ എന്നെ സ്നേഹിക്കുമോ ഇല്ലേ എന്നുള്ളൊരു ചിന്ത എനിക്ക് വേണ്ട. ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നു, അത്ര മാത്രം മതിയായിരുന്നു വെച്ചാ. ഇതിപ്പോൾ അദ്ദേഹം എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയുമോ? കാരണം ഞാൻ പോകുന്നത് എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കല്ലേ. അദ്ദേഹം എന്നെ സ്നേഹിക്കണ്ടേ? ആ വീട്ടിലെങ്കിൽ ഒരു മകളുടെ സ്ഥാനം കിട്ടും വെച്ചോ. അത് കിട്ടിയില്ലെങ്കിലും എനിക്ക് സങ്കടമാവില്ല വെച്ചാ എന്നിങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഒന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിഷമിപ്പിക്കരുതെന്ന്. നിന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ ചോദിക്കാൻ വരുന്നു. നിന്നെ വേണ്ടെങ്കിൽ നിനക്ക് അപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാം. നീ അവിടെ പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നിന്നെ വേണമെന്ന് അയാൾ നല്ലോണം ആലോചിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിനക്ക് തങ്ങി നിൽക്കേണ്ട കാര്യമില്ലല്ലോ മോളെ. എന്ത് കാര്യത്തിനാണ് അവിടെ നിൽക്കണേ? നമുക്ക് ഇഷ്ടമില്ലാന്ന് തോന്നിയാൽ നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാലോ എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും മലീനയ്ക്ക് മനസ്സമാധാനമാവണില്ല. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കാലിൽ ചാരി കിടക്കണ്. കൊല്ലപ്പള്ളിയിലാണെങ്കിൽ കെട്ടും ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇറങ്ങണ്. ഇപ്പം മനു ബാഗ് ഒക്കെ ഡിക്കിയിൽ കൊണ്ട് വെക്കുന്നു. കമലയ്ക്ക് ഭയങ്കര സന്തോഷം ഒരു മാറിനൊഴിഞ്ഞ് പോണ. അങ്ങനെ കമലോട് പറയുന്നു, കമലടുത്തി ഞാൻ ഇറങ്ങട്ടെ. ഓ നീ യാത്ര ഒന്നും പറയണ്ട വൈജയെ, നീ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് എല്ലാം തിരിച്ചു പിടിക്കി, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയും. ആ ഇപ്പോൾ കമലടുത്തി വരണമായിരുന്നു കൂടെ എന്ന് പറയും. മനു നീ കൊണ്ടാക്കി കൊടുക്കുമെന്ന് പറയും. ഞാനോ? നിങ്ങളല്ലേ കൊണ്ടാക്കണേന്ന് ചോദിക്കും. ഓ ഇവനിപ്പോൾ അങ്ങോട്ട് വരാൻ ഇഷ്ടം ഉണ്ടാവില്ല, ഇവൻ ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ, ഇനിയിപ്പോൾ അവൻ്റെ വരവൊക്കെ കണക്ക് തന്നെയെന്ന് പറയും. എൻ്റെ പൊന്നാൻറ്റി ഞാൻ വരാമെന്ന് പറയും. എൻ്റെ ഗംഗേട്ടൻ പറയും, നീ ബാലചന്ദ്രനായിട്ട് വഴക്കുണ്ടാക്കാണ്ട് നല്ല രീതിയിൽ നിൽക്കണം. ഇപ്പോഴും ഗംഗേട്ടൻ അയാളെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാനാണല്ലോ വഴക്കുണ്ടാക്കണേന്ന് ചോദിക്കും. പിന്നെ അല്ലാണ്ട് എന്നെക്കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കാൻ വേണ്ട, ഞങ്ങൾ വരാമെന്ന് പറയും. ഒന്ന് ബാലചന്ദ്രനുള്ളപ്പോൾ വരാം, ഇപ്പം അവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ബാലചന്ദ്രൻ ഇല്ലല്ലോ എന്ന് പറയും. അങ്ങനെ ശരിയെന്ന് അറിഞ്ഞ് പോകണ്. അപ്പം വൈജയന്തി കാറിൽ കയറി പോണ്. നമ്മുടെ കമല ഡോറൊക്കെ തുറന്ന് സന്തോഷത്തോടെ കയറ്റി അടച്ച് പറഞ്ഞയക്കണ്. പോകാമെന്ന് പറയും മനുവിനോട്. ആ പോകാമെന്നും പറയും. അങ്ങനെ ശിവേട്ടൻ പറയും, ഗംഗേട്ടൻ പറയും, ഇപ്പം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയില്ലേ? എന്ത് പ്രശ്നങ്ങൾ സോൾവ് ആവണ്? ഇനി ഇവിടെ നിങ്ങളുടെയല്ലേ പ്രശ്നങ്ങൾ. ഇനി എന്ത് പ്രശ്നം? വൈജയന്തി പോയില്ലേ, അലീനയും പോയി എന്ന് പറയും. ഇത്രയും നാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്? എൻ്റെ ഗംഗേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശിവൻ പരിഹാസത്തോടെ ഒന്ന് പുച്ചിരിച്ച് പെങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കി. ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കെടുക്കണമെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾക്കറിയാം, ചേട്ടനും അറിയാം. പക്ഷെ കമലുള്ളത് കൊണ്ട് ഒന്നും പറയില്ല. അവർ അങ്ങോട്ട് അകത്തേക്ക് പോകും. അങ്ങനെ നമ്മുടെ വൈജയന്തി നെടുമ്പുരയ്ക്കിലെത്തണ്. അവിടെ എത്തിയതിന് ശേഷം എല്ലാ സാധനങ്ങളും എടുത്ത് കത്തിക്കണം എന്ന് പറയുന്നു. അലീനയുടെ എന്തെങ്കിലും ബാലൻസ് കൂടി ഉണ്ടെങ്കിൽ എടുത്ത് കത്തിച്ച് കളയണം എന്ന് പറയുന്നു. മനുവിൻ്റെ മുന്നിലേക്ക് ആജ്ഞാപിക്കുന്നു. രോഹിത്തിനോ ബബിതയ്ക്കോ കൃഷ്ണമോൾക്കോ ആ വൈജയന്തി വന്ന ഒരു സന്തോഷവും ഇല്ല. ഓ അപ്പം മനുവിന് ദേഷ്യം വന്നപ്പോൾ മനു പറയുന്നു, മനുവിനോട് പറയുന്നു, ഇനിയിപ്പോൾ നിനക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ചിന്തിക്കാൻ കൂടി കഴിയില്ലല്ലോ, നിൻ്റെ ഇഷ്ടക്കാരി ഇവിടെ ഇല്ലല്ലോ, നിൻ്റെ ഇഷ്ടക്കാരി പോയല്ലോ എന്നിങ്ങനെ വൈജയന്തി പറയുന്നത്. ആൻറ്റി ജയിച്ചു, മറ്റെല്ലാവരുടെയും സന്തോഷം കെടുത്തിയിട്ടാണെങ്കിലും ആൻറ്റി ജയിച്ചല്ലോ, നന്നായി വരട്ടെ എന്ന് പറയും. ഭയങ്കര സാമർത്ഥ്യം എടുത്തപ്പോൾ മനു ഒരു വാക്കും കൂടി വൈജയന്തിയോട് പറയുന്നു, ആൻറ്റി വല്ലാണ്ട് അങ്ങോട്ട് സാമർത്ഥ്യം എടുക്കണ്ട, ആൻറ്റിക്ക് വിഷമാവുന്നതും ആൻറ്റി കേട്ടാൽ ഞെട്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളും അലീന എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതോടുകൂടി വൈജയന്തി ആകെ ഞെട്ടി വിളറി വിളിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനുവിനെ അറിയിച്ചിട്ട് തന്നെയാണ് അവൾ പോയിട്ടുള്ളത്. ഇനി മനുവിനെ താൻ ജീവിതകാലം മുഴുവൻ പേടിക്കണം എന്നുള്ള ചിന്തയോടെ ആകെ ഞെട്ടി വിറച്ച് നിൽക്കുന്ന വൈജയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.